വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ പ്രതി ഇത് തടയാൻ ശ്രമിച്ച നിമിഷ തമ്പിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ നിമിഷയുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഏലിയാസിനെ കുത്തിവീഴ്ത്തുകയും ചെയ്തു. നിമിഷയുടെ കൊലപാതകത്തിന് ബിജു മല്ലയ്ക്ക് ജീവപര്യന്തം തടവിനൊപ്പം 2 ലക്ഷം രൂപ പിഴയും ചുമത്തി. ഏലിയാസിനെ വധിക്കാൻ ശ്രമിച്ചതിനാണ് രണ്ടാമത്തെ ജീവപര്യന്തം ശിക്ഷ. ഒപ്പം 1,10,000 രൂപ പിഴയും വിധിച്ചു. പറവൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിചാരണ പൂർത്തിയാക്കിയത്. ക്രൂരമായ കൊലപാതകം നടത്തിയത് ബിജു മല്ല തന്നെയാണെന്ന് പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞുവെന്ന് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. ഇയാൾ പശ്ചിമബംഗാളിലെ മൂർഷിദാബാദ് സ്വദേശിയാണ്. ഈ കേസിൽ ഇയാൾ ഉൾപ്പെടുന്ന അപ്പോൾ ഇയാളുടെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അച്ഛനും അമ്മയും സഹോദരനും തൊട്ടടുത്തുള്ള ഒരു 9 വയസ്സുള്ള ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പശ്ചിമബംഗാളിൽ. ജലാങ്കി പോലീസ് സ്റ്റേഷൻ ചാർജ് ചെയ്ത ക്രൈം നമ്പർ 98 എന്ന് പറയുന്നൊരു കേസിനകത്ത് 302-ാം വകുപ്പ് അനുസരിച്ച് ചാർജ് ചെയ്യപ്പെട്ട കേസിനകത്ത് അച്ഛനും അമ്മയും സഹോദരനും ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിമിഷ എന്ന കുട്ടി എൻ്റെ മകളുടെ പ്രായമാണ്. ആ കുഞ്ഞിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ആലുവ പോലീസിൽ എൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ടീമിന് കഴിഞ്ഞു എന്നുള്ളതിന് ആദ്യം കോടതിയോടും എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ഇതിൽ സഹകരിച്ച എല്ലാ സാക്ഷികളോടും നന്ദി അറിയിക്കുകയാണ്. 2018 ജൂലൈ 30-നാണ് വാഴക്കുളത്ത് പട്ടാപ്പകൽ നിമിഷയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. മാറമ്പള്ളി MES കോളേജിലെ BBA വിദ്യാർത്ഥിനിയായിരുന്നു. സംഭവ ദിവസം അസുഖബാധിതയായതിനാലാണ് നിമിഷയ്ക്ക് കോളേജിൽ പോകാൻ കഴിയാതിരുന്നത്. മുത്തശ്ശിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്ന ശബ്ദം കേട്ടാണ് നിമിഷ പുറത്തേക്ക് വരുന്നത്. ഈ സമയത്താണ് ബിജു മല്ല നിമിഷയുടെ കഴുത്തറുത്ത് വീഴ്ത്തുന്നത്. നാടിനെ നടുക്കിയ സംഭവത്തിൽ പ്രതിയായ ബിജു മല്ലയെ നാട്ടുകാരും പോലീസും ചേർന്ന് അതിസാഹസികമായാണ് അന്ന് കീഴ്പ്പെടുത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.